നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഫയലുകൾക്കിടയിൽ പാമ്പിനെ കണ്ടെത്തി. ജലവിഭവ വകുപ്പിന്റെ ഓഫീസിലാണ് ഇത്തരത്തിൽ ഫയലുകൾക്കടിയിൽ നിന്നും പാമ്പിനെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് സർപ്പ വോളണ്ടിയർ നിഖിൽ സിംഗ് എത്തി പാമ്പിനെ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം രാവിലെ ഓഫീസിലെത്തിയ ജീവനക്കാരായിരുന്നു പാമ്പിനെ ആദ്യം കണ്ടത്. വിഷമുള്ള പാമ്പല്ല, ചേരയാണ് പിടികൂടിയതെന്നാണ് ജീവനക്കാർ നൽകുന്ന ഒരു വിവരം. എന്തായാലും ഈ ഒരു ഫയലുകൾക്കിടയിൽ നിന്ന് ഇത്തരത്തിലൊരു ജന്തുവിനെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ ഇത് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നതും ഏറെ ആശങ്കാജനകമാണ്. ശനിയാഴ്ച രാവിലെ 10:30 ഭക്ഷ്യവകുപ്പിൽ ദർബാർ ഹാളിന് പിൻഭാഗത്തായാണ് പാമ്പിനെ കണ്ടെത്തിയത്. രാവിലെ ജീവനക്കാരെത്തിയതോടെയാണ് പാമ്പിന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഹൗസ് കീപ്പിംഗ് വിഭാഗം പാമ്പുപിടുത്തക്കാരെ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് പാമ്പിനെ പിടികൂടാൻ സാധിച്ചത്. തുടർന്ന് നടത്തിയ ശ്രമത്തിൽ നിമിഷങ്ങൾ നീണ്ടുനിന്ന ശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പിടികൂടാൻ സാധിച്ചത്. അരമണിക്കൂറിലധികം പരിശ്രമം ഉണ്ടായി ഈ പാമ്പിനെ പിടികൂടാനായി. ചേരപ്പാമ്പിനെയാണ് പിടികൂടിയതെന്നത് ഏറെ ആശ്വാസകരം. ഫയൽ റാക്കുകൾ കൂട്ടിയിട്ട സ്ഥലത്താണ് പാമ്പുണ്ടായിരുന്നത്. സെക്രട്ടേറിയറ്റിൽ ഇതേ ഭാഗത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പാമ്പിനെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശം വൃത്തിയാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള പരാതിയൊക്കെ ശക്തമായി നിലനിൽക്കുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലൊരു ജന്തുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കഴിഞ്ഞ ദിവസങ്ങൾക്ക് സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ടു വന്ന ചില വാർത്തകൾ കൂടി നമുക്ക് ഒറ്റനോട്ടത്തിൽ നോക്കാം. സെക്രട്ടേറിയറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് 1/2 കോടി രൂപയോളം തട്ടിയെടുത്തു പരാതി ഈയിടയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അരുവിക്കരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളായിരുന്നു പൂന്തുറ വലിയതുറ മേഖലയിലുള്ളവരിൽ നിന്ന് ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം വാങ്ങിയത്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരനെന്ന് പരിചയപ്പെടുത്തി നടത്തിയ തട്ടിപ്പായിരുന്നു ഇത്. ഇയാളുടെ ഇടനിലക്കാരനായ പൂന്തുറ സ്വദേശി ഒളിവിലായിരുന്നു. ഡ്രൈവർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി താഴെത്തട്ടിലുള്ള തസ്തികകളിലേക്ക് നിയമനം വാങ്ങി തരാമെന്ന് പറഞ്ഞായിരുന്നു സ്ത്രീകളിൽ നിന്നുൾപ്പെടെ ഇയാൾ പണം വാങ്ങിയത്. ഓരോരുത്തരിൽ നിന്ന് ആദ്യ ഗഡുവായി 85,000 രൂപയാണ് ഇയാൾ വാങ്ങിയത്. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ മറ്റൊരാൾ ഫോണിൽ ബന്ധപ്പെട്ട് ജോലി കിട്ടുമെന്ന് ഉറപ്പ് നൽകി. പിന്നാലെ സെക്രട്ടേറിയറ്റിലെ തൊഴിലാളി സംഘടനകൾക്ക് നൽകാനെന്ന പേരിൽ 15,000 രൂപയും വാങ്ങുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ മാർച്ചിലായിരുന്നു തട്ടിപ്പ് തുടങ്ങിയത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി കിട്ടാതായതോടെയാണ് പലരും പരാതിയുമായി രംഗത്ത് വന്നത്. കോട്ടയ്ക്കകം, കുടപ്പനക്കുന്ന് തുടങ്ങി പല സ്ഥലങ്ങളിൽ വെച്ചാണ് ഇയാൾ ആദ്യ ഗഡു വാങ്ങിയത്. ബാക്കി തുക UPI വഴി അയച്ചവരുമുണ്ട്. ഇത്തരത്തിൽ പലരാണ് ഇയാളുടെ തട്ടിപ്പിന് ഇരയായത്. ഫോർട്ട്, അരുവിക്കര പോലീസ് സ്റ്റേഷനിലായി 20ഓളം പേർ കഴിഞ്ഞ ദിവസം പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഫോണിൽ വിളിക്കുമ്പോൾ പണം തിരികെ നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതുവരെ ആർക്കും നൽകിയിരുന്നില്ല. എന്നാൽ ഇയാൾ സ്റ്റേഷനിൽ നേരിട്ടെത്താൻ തയ്യാറായതുമില്ല. അരുവിക്കര സ്റ്റേഷനിലാണ് കഴിഞ്ഞ ദിവസം കൂടുതൽ പരാതിക്കാർ ഇയാൾക്കെതിരെ എത്തിയത്. ബുധനാഴ്ച രാവിലെ ഒരു സംഘം പണം വാങ്ങിയ ആളുടെ അരുവിക്കരയിലെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കി. തുടർന്ന് പോലീസ് എത്തി ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പരാതികളൊന്നും കേസെടുത്തിട്ടില്ല എന്ന ആരോപണമൊക്കെ നേരത്തെ ശക്തമായിരുന്നു. നിരവധി പേരിൽ നിന്ന് ഇയാൾ പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നായിരുന്നു പോലീസ് നിഗമനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.